ആ മുദ്രാവാക്യത്തിൽ പറയുന്നു, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതപരമായ അവരുടെ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ്. കുന്തിരിക്കം ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ മതസംസ്കാര അവരുടെ ശവസംസ്കാരം ഉപയോഗിക്കുന്നതാണ്. രണ്ടാക്കി ചുരുക്കിയ അഭിലാഷേ, ഈ രണ്ട് കാര്യമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെയെങ്കിലും കബറുടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. RSSകാർക്ക് മനസ്സിലാവില്ല അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത്. ഇതൊരു ബഹുസ്വരം ബഹുമത ജനാധിപത്യ രാജ്യമാണ്. ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസമാണ്. സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആമുഖത്തിനെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിൽ, സെക്യുലറിസം എന്ന സങ്കല്പത്തെ തന്നെ, ബഹുസ്വരത എന്ന സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിന്റെ നിർലജ്ജമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. എന്താണ് പ്രശ്നം? നിങ്ങൾ പറയുന്നു ഞങ്ങൾ RSSനെതിരാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന്. RSSും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം? RSSും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ RSSനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാ? RSSന്റെ പ്രാന്ത സംഘചാലകനോടാണോ പറഞ്ഞത്? കച്ചവടം ഉണ്ടോ? കുന്തിരിക്കവും ചർച്ചയും തമ്മിൽ എന്താ ബന്ധം? മുദ്രാവാക്യം അതായതുകൊണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ മതസമൂഹങ്ങളെ പരസ്പരം അതാണ് നിങ്ങളുടെ പണി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. മുദ്രാവാക്യത്തിൽ നിങ്ങൾ കാണുന്ന കുഴപ്പം എന്താ? ഈ മുദ്രാവാക്യത്തിന് കുഴപ്പമേ ഉള്ളൂ. ഞാൻ കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ല. താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്, ഈ മുദ്രാവാക്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരാണ്. ബഹുസ്വരത, ഈ മുദ്രാവാക്യം ബഹുസ്വരതയ്ക്കെതിരാണ്. വംശഹത്യ, ഇത് ഇതര മതസ്ഥരുടെ വംശഹത്യക്ക് കോൾ ചെയ്യുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റിപ്പബ്ലിക് മുന്നോട്ട് വെക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യ എന്ന ആശയത്തിനും എതിരായ വിഷലിപ്തമായ മുദ്രാവാക്യമാണ്. അത് സമ്പൂർണമായി തെറ്റാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അത് സമ്പൂർണമായി തെറ്റാണ് എന്ന് പറയുകയല്ലാതെ ഒരു സംഘടനയ്ക്ക് നിർവാഹമില്ല. അതിന് വേറെ ന്യായങ്ങൾ ചമക്കല്ലേ. നിങ്ങൾക്ക് ഒരു ന്യായവുമില്ല. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിലാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ആരെ ബോധ്യപ്പെടുത്താൻ? ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിനാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ മുദ്രാവാക്യത്തിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാവുക? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് ഒരു ബുദ്ധി വേണം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് RSSകാർക്ക് മനസ്സിലാവില്ല അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത്. സെക്യുലറിസം എന്ന സങ്കല്പത്തെ തന്നെ, ബഹുസ്വരത എന്ന സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പോപ്പുലർ ഫ്രണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ ആര് വിളിക്കുന്ന മുദ്രാവാക്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. RSS വിളിച്ചാലും പറയും, CPMകാർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചാലും പറയും, കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചാലും പറയും, നിങ്ങൾ വിളിച്ചാലും പറയും. ആര് വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പ്രവർത്തിച്ചാലും അത് പറയും. അതിന് നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം. ഞങ്ങൾ ഇരകളാണ്, ഞങ്ങൾ RSSനെതിരെയാണ് പോരാടുന്നതെന്നും പറയണ്ട. ഇത് ബഹുസ്വരതയ്ക്കെതിരായ മതനിരപേക്ഷതയ്ക്കെതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അഭിലാഷ്, ഈ ചർച്ചയിൽ എന്ത് വിഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി വെച്ചിട്ടുള്ളതെന്ന് പറയൂ. പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം ഞാൻ ഇനിയും പറയണോ? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പറയണം. ഒരു സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോൾ അത് വിശദീകരിക്കണ്ടേ? എന്നാ പിന്നെ ഒന്നും കൂടി വിശദീകരിക്കാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ്. ആ മുദ്രാവാക്യത്തിൽ പറയുന്നു, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ. കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതപരമായ അവരുടെ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ്. കുന്തിരിക്കം ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ മതസംസ്കാര അവരുടെ ശവസംസ്കാരം ഉപയോഗിക്കുന്നതാണ്. രണ്ടാക്കി ചുരുക്കിയ അഭിലാഷേ, ഈ രണ്ട് കാര്യമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോ അതല്ലാതെ
ആരുടെയെങ്കിലും കബറുടെ അത് രണ്ട് കാര്യമാണ്. പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് മുദ്രാവാക്യത്തിൽ? കാര്യമാണ് ഇല്ലല്ലോ ഇല്ലല്ലോ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. വളരെ കൃത്യമായി മുസ്ലിങ്ങളുടെ രണ്ട് മതവിഭാഗങ്ങൾ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ രണ്ട് മതവിഭാഗങ്ങൾക്കെതിരെയുള്ള എന്തുകൊണ്ടാണ് വളരെ ഗുരുതരമായിട്ടുള്ള നിങ്ങൾ വർഗീയതയല്ലേ പ്രചരിപ്പിച്ചത്? തെറ്റാണ്, അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അതുകൊണ്ട് ഇനിയും ചോദിക്കരുത് എന്ത് വിഷയമാണ് പോപ്പുലർ ഫ്രണ്ടിൽ ഇറക്കാനുള്ളത് എന്ന്. ഇതാണ് നിങ്ങൾ ഇറക്കേണ്ട വിഷയം. ഇതാണ് നിങ്ങൾ ഇറക്കേണ്ട വിഷയം. പറഞ്ഞത് രണ്ട് മതവിഭാഗങ്ങളല്ല, മുസ്ലിങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ കുന്തിരിക്കം പുകക്കാറുണ്ട് അഭിലാഷേ. രണ്ട് മതവിഭാഗങ്ങളെന്ന് ചുരുക്കി കാണിച്ചു. മൂന്ന് മതം എന്താ പറയാതിരുന്നത്? അല്ലല്ല, ഈ മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവരോ രാത്രിയിൽ ഗോതമ്പ് കഴിക്കുന്നവരോ ആയ ആർക്കും മനസ്സിലാവും. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് RSSനോട് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ്? RSSകാർ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ചു വെക്കാറുണ്ടോ? അവരുടെ വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കുന്നത് കുന്തിരിക്കം വെച്ചിട്ടാണോ? ശരി, ഞാൻ പറഞ്ഞല്ലോ അഭിലാഷേ, ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, പക്ഷെ ആ മുദ്രാവാക്യം നല്ലതാണ് പറയുന്നത്. അതല്ല, അങ്ങനെ 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 രക്ഷപ്പെടല്ല അഭിലാഷേ. അല്ല, ആരാണ് രക്ഷപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് വളരെ സ്പെസിഫിക് ആയി ചോദിച്ചു, ആരാണ് രക്ഷപ്പെടുന്നത്? എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? അങ്ങനെ എല്ലാം RSS ആണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണ്ട. ഇത് കൃത്യമായും ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായ ഹെയ്റ്റ് കോളാണ്. ഒരർത്ഥത്തിൽ അത് വംശഹത്യ ആഹ്വാനമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറയാൻ ബാധ്യതയുള്ള ആ പരിപാടി നടത്തിയ ഇതിന്റെ സംഘാടകർ ഞങ്ങൾ ഈ രണ്ട് വരിയെ ഓൺ ചെയ്യുന്നില്ല, പക്ഷെ ബാക്കിയുള്ളത് കുഴപ്പമില്ലെന്ന് പറയരുത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു സംഭവം ഉണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് അത് തെറ്റാണ്, അത് പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, പറയാനുള്ള കാണിക്കണം. അത് വിശദീകരിക്കാൻ പറയാതെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ അപകടകരമായ ഒരു പ്രസ്താവനയാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ളത്. എന്തേ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത്? എന്തേ അവിടെ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത്? ഈ സമൂഹത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യം അഭിലാഷേ? RSS ഉയർത്തുന്ന വംശീയ പ്രചരണത്തിൽ പങ്കുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? കഷ്ടം. പാൽമണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ വായിൽ ഇത്രയും വലിയ വിഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും ഷറൌഫ്? ഈ ഒരൊറ്റ വാചകത്തിന്റെ നിങ്ങൾ RSSനെതിരെയാണ്, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ വാചകത്തിന്റെ മുദ്രാവാക്യം വിളിക്കുമ്പോ ആർക്കൊക്കെയാ ഹാലിളകുന്നത്? വിശ്വസിക്കുന്ന എല്ലാവർക്കും പറയാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അതിന്റെ പേരിൽ എല്ലാവർക്കും എന്നുള്ള വ്യാജ പ്രചരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഹാലിളകണം, ഹാലിളകിയേ പറ്റൂ. അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല. സെക്യുലറിസത്തിലും ഭരണഘടന റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക. പറഞ്ഞല്ലോ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ ഇമാതിരി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പറയരുത് എന്ന് പറഞ്ഞു പോകണം. അങ്ങനെ പറയുന്നവരെ അകത്തിടണം. അങ്ങനെയേ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ പറ്റൂ. ഒരക്ഷരം പോലും തെറ്റിയില്ല.